അമേരിക്കയിലെ യൂറോപ്പിലെ യുവാക്കൾ മാത്രം ഉപയോഗിക്കുന്ന സോംബി ഡ്രഗ്സ് നമ്മുടെ ബാംഗ്ലൂരിൽ വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ മാത്രമല്ല ബീഹാറും പഞ്ചാബും ഡെയിലി ഉപയോഗിക്കുന്ന ആൾക്കാരും ക്രമാതീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സോംബി ഡ്രഗ്സ്? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഒപ്പിയത്തിന്റെയും സൈലാക്സിന്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഹൈലി സെഡേറ്റീവ് ഡ്രഗ് ആണ് ശരിക്കും പറഞ്ഞാൽ സോംബി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കന്നുകാലികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനെ ഹെഡ് ഫണ്ട്സിനെ ക്രമാതീതം സപ്രസ് ചെയ്ത് മനുഷ്യന് എത്ര വേണമെന്നുണ്ടെങ്കിലും ഫ്രോസൺ ആയിട്ട് അല്ലെങ്കിൽ വെന്റോവർ ആയിട്ട് നിർത്താൻ സാധിക്കുന്നുള്ളതാണ് ഈ ഒരു ഡ്രഗിന്റെ മെയിൻ എഫക്ട് എന്ന് പറയുന്നത്. സോംബി ഡ്രഗ്സിനെ പറ്റി ഇത്ര നേരം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഒറ്റ കാര്യം ഒഴികെ ഇത് ഇന്ത്യയിൽ തന്നെ പഞ്ചാബിലും ബീഹാറും ബാംഗ്ലൂരും ഇത് ഉപയോഗിക്കുന്നവരെണ്ണം കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഇതുവരെ വീഡിയോ ചെയ്യുന്നുണ്ട്, കുറെ പേര് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ഒഫീഷ്യലായിട്ട് ഒരാൾ പോലും ഉപയോഗിക്കുന്ന സ്ഥിതിയായിട്ടില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു വീഡിയോ ചിത്രിച്ച ഒരാളെ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ കൊണ്ട് മാപ്പ് ഉറപ്പിക്കുന്ന ഒരു വീഡിയോ അവർ ഒഫീഷ്യൽ ഇൻസ്റ്റ പേജിൽ അവർ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല, ഫേക്ക് ന്യൂസ് ആണ് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇപ്പൊ റീച്ചിനോണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വേറെ കാര്യങ്ങൾ പറയാണ്ട് ഡ്രഗ്സിന്റെ എന്ത് കേസ് പറഞ്ഞാൽ നൈസായിട്ട് ബാംഗ്ലൂരിലേക്ക് തട്ടുന്ന ഒരു പരിപാടി മല്ലൂസിനും പൊതുവായിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന എല്ലാ ഡ്രഗ്സും നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും കിട്ടും, എല്ലാ പഞ്ചായത്തിലും കിട്ടും, എല്ലാ സ്ഥലത്തും കിട്ടും. അല്ല ബാംഗ്ലൂരായിട്ട് പ്രത്യേകിച്ച് ഒരു ഡ്രഗ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഡ്രഗ്സ് ഉപയോഗിക്കാനുള്ളവരാണെങ്കിൽ എവിടെ പോയാലും ഉപയോഗിക്കും, ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ എവിടെ പോയാലും ഉപയോഗിക്കത്തില്ല. അല്ലാണ്ട് ബാംഗ്ലൂർ വന്നു വിചാരിച്ചിട്ട് ആരും ഡ്രഗ്സ് അടിച്ച് നശിച്ചു പോകാനും മുതൽ ബാംഗ്ലൂർ വന്നില്ലെന്ന് വിചാരിച്ച് ആരും ഡ്രഗ്സ് ഉപയോഗിക്കാനും രക്ഷപ്പെടാനും പോകുന്നില്ല. ഉപയോഗിക്കാനുള്ളവരാണ് എവിടെ പോയാലും ഉപയോഗിക്കും. അപ്പൊ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഉപയോഗിക്കാണ്ടിരിക്കുക. ഇനി ഉപയോഗിച്ചിട്ടുള്ളവർ എങ്ങനെയും സ്കിപ്പ് ചെയ്യാൻ നോക്കുക. ഇനി അഥവാ ഉപയോഗിക്കണം നിർബന്ധമുള്ളവർ സ്വന്തമായിട്ട് അടിക്കുക, ആട്ടേറെ മെക്കിട്ട് കയറാണ്ട് എവിടെയും വലിഞ്ഞു കയറി കിടക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഡോണ്ട് സ്പ്രെഡ് ഫേക്ക് ന്യൂസ് ത്രൂ സോഷ്യൽ മീഡിയസ്. അപ്പോൾ ഓക്കെ, ബൈ.